ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ബട്ടർ ക്രീം ബൺ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ ബട്ടർ ബൺ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊന്ന് പാല് ചൂടാക്കി എടുക്കണം. ഞാനിവിടെ 3/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് 240 ml ആണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഉപ്പില്ലാത്ത ബട്ടർ തന്നെ എടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം 3/4 ടീസ്പൂൺ ഉപ്പ് എനിക്ക് വേണ്ടി വന്നു. അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ 3/4 ടീസ്പൂൺ ഉപ്പ് ഡയറക്റ്റ് ചേർക്കണ്ട. ചില ഉപ്പൊക്കെ കുറച്ച് ചേർത്താലും നല്ല ഉപ്പ് തോന്നും. അതുകൊണ്ട് കുറച്ചായിട്ട് ചേർത്തിട്ട് കലക്കിയിട്ട് ടേസ്റ്റ് നോക്കുക. പാലിന് ഉപ്പ് തോന്നുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർക്കാൻ. ഇപ്പം നമ്മൾ ചേർത്ത ബട്ടറും പഞ്ചസാരയൊക്കെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തിളപ്പിച്ചൊന്നും എടുക്കണ്ട. ഇപ്പം നല്ല ചൂടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നല്ല ചൂടിൽ ഈസ്റ്റ് ചേർക്കരുത്, എന്നാലേ ഈസ്റ്റ് പൊങ്ങി വരില്ല. ഒന്ന് ചെറുതായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പാല് ഒന്ന് ചെറുതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇളം ചൂടേ ഉള്ളൂ. നമുക്കിതിലോട്ട് 1.5 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കണം. ഒരു സ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന മാവ് അനുസരിച്ചിട്ട് ചിലപ്പം വെള്ളം കൂടുതലോ കുറവോ ഒക്കെ വേണ്ടി വരും. കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ കയ്യിൽ ഒട്ടി പിടിക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം 2 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നല്ല ചൂടുള്ള സമയത്ത് 2 മണിക്കൂർ മതിയാവും. മാവ് ഡബിൾ സൈസ് ആയി വരണം. തണുപ്പൊക്കെ ആണെങ്കിൽ 3-4 മണിക്കൂർ എടുക്കും. ഇപ്പം മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കി എടുക്കാം. അതിന് മുന്നേ ഒരു പാത്രത്തിൽ നല്ലവണ്ണം എണ്ണ തടവി എടുക്കുക. മാവ് ഉരുളകളാക്കിയിട്ട് ഈ പാത്രത്തിലോട്ടാണ് വച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ തടവിയത്. കയ്യിൽ എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് മാവ് എടുക്കുക. ഒരു മീഡിയം സൈസ് ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് എടുക്കില്ല, അത്രയും എടുത്താൽ മതി. ഇനി കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ പരത്തി കൊടുക്കുക. ഇനി അകത്തോട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് താഴ്ഭാഗം ഇങ്ങനെ ചുരുട്ടിയിട്ട് ബാക്കി വരുന്നത് മുറിച്ചു മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്താൽ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടില്ല. അപ്പം ഇതുപോലെ തന്നെ എല്ലാ ഉരുളകളാക്കി എടുക്കുക. 1 കപ്പ് മാവിൽ നിന്ന് 7 ബണ്ണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബണ്ണ് പാത്രത്തിൽ നിരത്തി വയ്ക്കുമ്പോൾ കുറച്ച് അകലത്തിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് 1 മണിക്കൂർ കൂടി നമ്മൾ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഇതൊന്ന് വലുതായിട്ട് വരും. അപ്പോൾ അടുത്തടുത്ത് വെച്ചാൽ തമ്മിൽ ഒട്ടിപ്പിടിച്ചു പോവും. ഇതിൻ്റെ മുകളിലോട്ട് ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ ഇത് നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കുഴിവുള്ള പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബണ്ണിട്ട് വറുത്തെടുക്കുമ്പോൾ ബണ്ണ് താഴെ പാത്രത്തിൽ മുട്ടാൻ പാടില്ല, എന്നാലും മുട്ടുന്ന ഭാഗം കരിഞ്ഞു പോവും. സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്കിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ, എന്നാലേ അകമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇനി ഓരോ ബണ്ണായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലാണെങ്കിൽ 1-2 ബണ്ണൊക്കെ ഒന്നിച്ചിട്ട് വറുത്തെടുക്കാം. താഴെ ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ താഴെയും ഇതുപോലെ ആയി വരണം. ഇനി നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം വറുത്തെടുക്കുക. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഐസിങ് ഷുഗർ ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർക്കുക. 2 കപ്പ് പഞ്ചസാര ചേർക്കുമ്പോൾ നല്ല മധുരം ആയിരിക്കും. അപ്പം അത്ര മധുരം വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ 1.25 കപ്പ് ചേർത്താൽ മതിയാവും.
ആദ്യം 1 കപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. മിക്സായി കഴിയുമ്പോൾ ബാക്കിയുള്ള 1 കപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കരുത്, 1 ടീസ്പൂൺ ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ ചേർക്കുമ്പോൾ ക്രീം കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് വരും. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വരണം, അതുവരെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബണ്ണിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ബണ്ണിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ക്രീം ബണ്ണിനകത്തോട്ട് വെച്ച് കൊടുക്കാവൂ. ഇനി ഇത് പകുതിയായിട്ട് മുറിച്ചെടുക്കാം. കംപ്ലീറ്റ് മുറിച്ചെടുക്കരുത്, ഇതുപോലെ മുറിച്ചെടുക്കുക. 2 ഭാഗവും വിട്ട് വരരുത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിറയെ ക്രീമുള്ളതായിരിക്കും ഇഷ്ടം. ഇപ്പോൾ വലിയവർക്കൊക്കെ ആണെങ്കിൽ ബണ്ണ് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്, ക്രീമിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാത്തിലും ഞാൻ ക്രീമൊക്കെ വെച്ചിട്ടുണ്ട്. ബട്ടർ ബൺ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.